ചെറുകഥ മാതൃദേവോഭവ. രചന, അവതരണം CG ഗിരിജനാചാരി, തോന്നലൂർ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവൻ്റെ വേദന അത് അവൻ്റെ മാത്രം ദുഃഖമാണ്. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയപ്പോൾ താങ്ങും തണലും അമ്മയായിരുന്നു. കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും കാണാക്കയങ്ങളിൽ സഹതാപത്തിൻ്റെ മുഖംമൂടി ചാർത്തി വീട്ടിലെത്തിയവരുടെ സ്നേഹത്തിൽ അറിയാതെ മതിമറന്നുപോയി. പക്ഷേ അവരുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. യൗവനം വിട്ടുമാറാത്ത അമ്മയുടെ മേനി മാത്രം. പക്ഷേ അമ്മ ഒരിക്കലും ആ വഴിയെ പോകാൻ ചിന്തിച്ചിരുന്നില്ല. ഒരിക്കൽ കൂട്ടുകാരോടൊപ്പം കളിച്ച് വൈകി വീട്ടിലെത്തുമ്പോൾ അമ്മ ഇറയത്ത് നിൽക്കുന്നു. ആകെ പ്രാകൃതമായ രൂപത്തിൽ, കയ്യിൽ ചോര, ശരീരമാകെ വിറകൊണ്ടു നിൽക്കുന്നു. അമ്മേ, അമ്മേ, എന്തു പറ്റിയമ്മേ? കയ്യിൽ ചോര, എന്താ പറ്റിയത്? തൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അമ്മ വീടിൻ്റെ തെക്കേ മുറിയിലേക്ക് കൈ ചൂണ്ടി. ഓടിച്ചെന്ന് നോക്കി. അവിടെ രക്തത്തിൽ കുളിച്ച് ഒരാൾ കിടക്കുന്നു. അച്ഛൻ്റെ കൂട്ടുകാരൻ രമേശൻ ചേട്ടൻ. പല പ്രാവശ്യം വെട്ടേറ്റിട്ടുണ്ട്. വിറയ്ക്കുന്ന കാലടികളോടെ അടുത്തു ചെന്ന് നോക്കി. ആൾ മരിച്ചിരിക്കുന്നു. ഒരു 12 വയസ്സുകാരനെങ്കിലും എല്ലാം താൻ ഊഹിച്ചെടുക്കുകയായിരുന്നു. ഇവനൊക്കെ അച്ഛൻ്റെ പേരിൽ തനിക്ക് കൊണ്ടുവന്ന് തന്നിരുന്ന പലഹാരപ്പൊതികളും കപടവാത്സല്യവും എന്തിനായിരുന്നുവെന്ന് അവൻ്റെ മനസ്സിൽ മിന്നലാട്ടം നടത്തി. അയാളുടെ അരികിൽ ഒരു വാക്കത്തിയും കിടപ്പുണ്ടായിരുന്നു. അയാളുടെ ജീവൻ അപഹരിച്ച ആയുധം. മെല്ലെ ആ ആയുധം കയ്യിലെടുത്തു. അമ്മയുടെ അരികിലെത്തി. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ പൊന്നുമോനെ, അമ്മയ്ക്ക് അത് ചെയ്യേണ്ടി വന്നടാ. ഞാൻ അയാളെ കൊന്നു. എന്നെ. ബാക്കി പറയുവാൻ അവൻ അമ്മയെ സമ്മതിച്ചില്ല. അമ്മയുടെ വായ് പൊത്തി. വേണ്ട, അമ്മ ഇനി ഒന്നും പറയണ്ട. അമ്മ വിഷമിക്കണ്ട. അയാൾക്ക് അർഹതപ്പെട്ട ശിക്ഷയാണ് കൊടുത്തത്. അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. അമ്മ പോയി കുളിക്കൂ. ആ ചോരക്കറകൾ എല്ലാം പോകട്ടെ. അമ്മ ഒന്നും ചെയ്തിട്ടില്ല. ഞാനാണ് കൊന്നത് ഇവനെ. എൻ്റെ അമ്മയെ കയറി പിടിക്കുവാൻ വന്ന ഇവനെ ഞാനാണ് കൊന്നത്. മോനെ, വേണ്ട. അമ്മ പോലീസിൽ പറഞ്ഞോളാം. ശിക്ഷ ഏറ്റെടുത്തോളാം. നിനക്ക് ഇനിയും ഒരുപാട് ജീവിതമുണ്ട്. വേണ്ടമ്മേ, ഇതിലും കൂടുതൽ പീഡനം അവിടെ എൻ്റെ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വരും. ഞാൻ ചെറുപ്പമാണ്. എന്നെ ദുർഗുണ പാഠശാലയിലേക്ക് അവർ വിടും. എൻ്റെ അവസ്ഥ മനസ്സിലാക്കി ശിക്ഷയും കാര്യമായി ഉണ്ടാവില്ല. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കത് ചെയ്യണം. പോയി കുളിക്ക്. വസ്ത്രമെല്ലാം മാറ്റി ധരിക്ക്. ഈ പാതകത്തിൽ അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല. ഞാനാ ഇത് ചെയ്തത്. മനസ്സിലായോ? അവൻ്റെ വാക്കുകളുടെ മൂർച്ചയിൽ അവർ അവിടെ നിന്നും മാറി കുളിക്കാൻ പോയി. അപ്പോഴും അവരുടെ ഉള്ളിലെ ആദി മാറിയിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മകൻ്റെ ഉച്ചത്തിലുള്ള അലർച്ച അവർ കേട്ടു. ഞാൻ കൊന്നു, അയാളെ ഞാൻ കൊന്നു. അവർ ഉമ്മറത്തേക്ക് വരുമ്പോൾ മകൻ മുറ്റത്ത് നിന്ന് അട്ടഹസിക്കുകയാണ്. ഞാൻ കൊന്നു, അവനെ കൊന്നു. അവൻ്റെ ശബ്ദം കേട്ട് അടുത്തുള്ള വീട്ടുകാരെല്ലാം ഓടി വരുന്നുണ്ട്. വന്നവരെയെല്ലാം അവൻ ആ മുറി ചൂണ്ടിക്കാണിച്ചു. അവിടെ കണ്ട കാഴ്ചയിൽ അവർ അമ്പരന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പാവം പയ്യൻ വിഷ്ണു. അച്ഛൻ നഷ്ടപ്പെട്ടിട്ടും അല്ലലറിയിക്കാതെ അമ്മ ശാന്തി അവനെ വളർത്തി. പഠിത്തത്തിലും മിടുക്കൻ. ഒന്നും പറയാതെ ശാന്തി ഇറയത്തിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ആശ്വാസവാക്കുകളുമായി അടുത്തുള്ള ഏതാനും സ്ത്രീകളും. ആരോ പോലീസിൽ വിവരമറിയിച്ചു. വൈകാതെ പോലീസ് വാഹനം ആ വീടിൻ്റെ മുന്നിലെത്തി. കയ്യിൽ വാക്കത്തിയുമായി നിൽക്കുന്ന വിഷ്ണുവിനെ അവർ കണ്ടു. പോലീസുകാർ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവനോട് സംസാരിച്ചു. യാതൊരു ഭാവഭേദവുമില്ലാതെ അവൻ മെനഞ്ഞ കള്ളക്കഥ അവരോടും പറഞ്ഞു. പോലീസ് മൃതദേഹം മാറ്റാനും മറ്റു നടപടികളും പൂർത്തിയാക്കി അവനെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി. സർവ്വ നിയന്ത്രണങ്ങളും വിട്ട ശാന്തി ഓടി വന്നു. മോനെ, നീ പോകണ്ട, അമ്മ പൊയ്ക്കോളാം. അവൾ പോലീസുകാരുടെ അടുത്ത് കൈകൂപ്പി പറഞ്ഞു. സാർ, ഞാനാണിത് ചെയ്തത്. എൻ്റെ മോനെ വിടണം, അവൻ പാവമാ. ഒരു പോലീസുകാരൻ ദേഷ്യപ്പെട്ടു. മതി മതി, നിങ്ങൾ വേറെ പണി നോക്ക്. എല്ലാ അമ്മമാരും ഇങ്ങനെയാ മക്കളെ ലാളിച്ച് വഷളാക്കുന്നത്. എന്നിട്ടിതുപോലെ ഇവനെപ്പോലെ കുരുത്തക്കേട് ഒപ്പിക്കുമ്പോൾ ന്യായം പറയാൻ വരും. പോ പോ.
അവനെയും വഹിച്ചുകൊണ്ട് ആ വണ്ടി ചീറിപ്പാഞ്ഞുപോയി. വർഷങ്ങൾ കടന്നുപോയത് എത്ര വേഗമാണ്! വിഷ്ണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ ഇപ്പോൾ ഇരിക്കുന്നത് അമ്മയെ അടക്കം ചെയ്ത മണ്ണിനരികിലാണ്. തന്നെ പോലീസ് കൊണ്ടുപോയതിനു ശേഷം അമ്മയുടെ മാനസിക നില മാറിയതും പെട്ടെന്നായിരുന്നു. എല്ലാവരോടും പറയുമായിരുന്നു, എനിക്ക് വേണ്ടിയാ എൻ്റെ മോൻ ജയിലിൽ പോയത്, ഞാനാ അയാളെ കൊന്നത്, പാവം എൻ്റെ കുട്ടി. അമ്മയുടെ വാക്കുകളെല്ലാം ഒരു ഭ്രാന്തിയുടെ വാക്കുകളായി എല്ലാവരും കണ്ടു. ഒടുവിൽ ഒരു നാൾ എല്ലാം ഉപേക്ഷിച്ച് അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. മൃതദേഹം കാണിക്കുവാൻ തന്നെ കൊണ്ടുവന്നു. ആ മുഖത്ത് അന്ത്യചുംബനം നൽകി. പിന്നെ യാന്ത്രികമായി സംസ്കാര ചടങ്ങുകളിൽ കർമ്മി പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെയ്തു. പിന്നെ തെക്കേ തൊടിയിലെ ചിതയിലേക്ക്, ആ ചിതയിൽ അഗ്നി പകർന്നിട്ട് നേരെ പോലീസ് വണ്ടിയിലേക്ക്. ഇപ്പോൾ ശിക്ഷയുടെ കാലാവധി തീർന്ന് താനിവിടെ തികച്ചും ഒറ്റപ്പെട്ടവൻ. അവൻ മെല്ലെ എഴുന്നേറ്റു. അമ്മയുടെ ദേഹം എരിഞ്ഞടങ്ങിയ ആ മണ്ണിൽ തൊട്ട് നമസ്കരിച്ചു. അമ്മേ, ഈ മകൻ പോകുന്നു ജീവിതത്തിന് പുതിയൊരു ലക്ഷ്യം തേടി. അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാവ് കൂടെ ഉണ്ടാവണം. എവിടെ നിന്നോ ഒരിളം കാറ്റ് വന്ന് അവനെ മെല്ലെ തഴുകി കടന്നുപോയി. അരൂപിയായി അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യമായി അത് അവനെ വലയം ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ മെല്ലെ മുന്നോട്ട് നടന്നു, ജീവിതത്തിൻ്റെ പുതിയ പച്ചപ്പുകൾ തേടിയുള്ള യാത്ര.